മാസപ്പടി കേസിൽ ഇ ഡി അന്വേഷണം കൂടി വന്നതോടെ മുഖ്യമന്ത്രിയും CPM-ഉം കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPM-ന് വെല്ലുവിളിയാകും. സെക്രട്ടേറിയറ്റിലേക്ക് ഇ ഡി അന്വേഷണം നീളുമോ എന്നുള്ള ആശങ്കയും സർക്കാരിനുണ്ട്. SFIO അന്വേഷണത്തിന് പിന്നാലെ മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം തുടങ്ങുമ്പോൾ അത് ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് മുഖ്യമന്ത്രിയെ തന്നെയാണ്. കരിമണൽ കമ്പനിയുമായി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയുടെ വഴിവിട്ട സാമ്പത്തിക ഇടപാടുകളിലേക്ക് അന്വേഷണം പോകുമ്പോൾ സെക്രട്ടേറിയറ്റിലേക്കും ഇത് നീളാൻ സാധ്യതയുണ്ട്. KSIDCയുടെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ പരിധിയിലേക്ക് എത്തുന്നത് സർക്കാരിന് വെല്ലുവിളിയാകും. ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ED കേസെടുത്തിരിക്കുന്നത്. അനധികൃതമായ സാമ്പത്തിക ഇടപാടുകൾ നടന്നുവെന്ന കണ്ടെത്തലിലേക്ക് ED എത്തിയാൽ കടുത്ത നടപടികൾ വീണ നേരിടേണ്ടി വരും. മാത്രമല്ല, മുഖ്യമന്ത്രിയിലേക്ക് തന്നെ നേരിട്ട് അന്വേഷണം എത്തുമോ എന്ന ആശങ്കയും CPM-നുണ്ട്. നൽകാത്ത സേവനങ്ങൾക്ക് പണം വാങ്ങിയത് കള്ളപ്പണ ഇടപാടിന് തുല്യമാണെന്ന വിലയിരുത്തലാണ് അന്വേഷണ സംഘങ്ങൾ. മാത്രമല്ല, വീണയ്ക്കെതിരെ കൂടുതൽ കൃത്യമായ മറ്റു ചില തെളിവുകളും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചതായാണ് സൂചന. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വീണയെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് ED കടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുഖ്യമന്ത്രിയുടെ മകൾ EDയുടെ ചോദ്യമുനയിലേക്ക് എത്തുന്നത് തിരിച്ചടിയാകുമെന്ന കടുത്ത ആശങ്കയിലാണ് CPM. സാമ്പത്തിക ഇടപാടുകളുടെ കൂടുതൽ കണക്കുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുന്നതും CPM-നെ വെട്ടിലാക്കും. R. രാജീവ്, ജനം, തിരുവനന്തപുരം.